ഓപ്പൺ എ ഇന്നലെ അവരുടെ ഏറ്റവും പുതിയ റിലീസായിട്ടുള്ള, അതായത് പുതിയ മോഡലായിട്ടുള്ള ഓപ്പൺ എ ഓപ്പറേറ്റർ റിലീസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് ഓപ്പൺ എ ഓപ്പറേറ്റർ, അതുപോലെ എന്താണ് അതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ്, അതുപോലെ ഇത് ഇപ്പോൾ ആക്സസ് ഉള്ളത് US പ്രോ യൂസേഴ്സിന് മാത്രമാണ്. അപ്പോൾ അതിന് നിങ്ങൾ മന്ത്ലി $200 കൊടുക്കണം. അപ്പോൾ അതിന് പകരം നമുക്ക് എങ്ങനെ ഇത് ഫ്രീ ആയിട്ടില്ലേ വളരെ മിനിമൽ കോസ്റ്റിൽ ഒരു 50 ലൈൻസ് ഓഫ് കോഡിൽ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ചാനൽ. സോ ഓപ്പൺ എയുടെ ഈ ഒരു മോഡൽ നമ്മൾ മുമ്പ് ഏജന്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ ഏജന്റിനെ കുറിച്ചുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ട്രിപ്പ് ഏജന്റിനെ കുറിച്ച്, അതായത് ട്രിപ്പ് ബുക്ക് ചെയ്യാനും ഒരു ട്രിപ്പിൽ ഫ്ലൈറ്റും ഹോട്ടൽസ് എല്ലാം റേറ്റ് എല്ലാം നോക്കി ബുക്ക് ചെയ്യാനുള്ള ഒരു ഏജന്റ്. ഇതിനോടുള്ള സിമിലർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് അവരും കാണിച്ചിട്ടുള്ളത്. അതായത് ഇതൊരു റിസർച്ച് പ്രിവ്യൂ ആണ്, അത് പ്രോ യൂസേഴ്സിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റിസർച്ച് പ്രിവ്യൂ മാത്രമാണിത്. ഇപ്പോൾ നമ്മൾ ട്രിപ്പ് അഡ്വൈസറിൽ പോയിട്ട് റോമിലോട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രിപ്പ് ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ട്രിപ്പ് അഡ്വൈസറിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോയി ഇതെന്ത് ചെയ്യും, ഓപ്പറേറ്റർ ഒരു ഏജന്റാണ്. അതായത് ഒരു നമ്മൾ ചാറ്റ് ചെയ്യൽ മാത്രമല്ല ടാസ്ക് ചെയ്യാനും കൂടെ കേപ്പബിൾ ആണ്. അപ്പോൾ ടാസ്ക് എന്ന രീതിക്ക് ട്രിപ്പ് അഡ്വൈസറിൽ പോയിട്ട് ഇത് ബുക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിന് പേഴ്സണലൈസിങ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പം ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ ഗൂഗിൾ ഫ്ലൈറ്റ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ booking.com യൂസ് ചെയ്യണം. ഇത്തരം പേഴ്സണലൈസേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ടേക്ക് ഓവർ മോഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് ഏജന്റ് ഒരിക്കലും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഏജന്റ് ഇത് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഇനി പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ട സമയമാണ്, അപ്പോൾ സെൻസിറ്റീവ് ഇൻഫർമേഷൻ കൊടുക്കേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടേക്ക് ഓവർ മോഡ് വഴി പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളും എടുക്കാം. അതുപോലെ തന്നെ ഇനി ഇമെയിൽ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ്, ഇതിനു മുമ്പ് ഈ യൂസറെ കൺഫർമേഷൻ ഇത് ചോദിക്കും. അങ്ങനെ ഒരു കസ്റ്റമൈസബിൾ ആയിട്ടുള്ളൊരു ഏജന്റിനാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് US തന്നെ പ്രോ യൂസേഴ്സിന് മാത്രമാണ്. അപ്പോൾ ഇതിനൊരു $200 പെർ മന്ത് കോസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായി ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്കെങ്ങനെ വളരെ മിനിമൽ ആയിട്ടുള്ള കോസ്റ്റിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് ഇതുപോലൊരു വെബ് ഏജന്റിനെ ബിൽഡ് ചെയ്യാമെന്നുള്ളതാണ്. സോ ഞാൻ ഓൾറെഡി ഒരു വെബ് ഏജന്റിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു 50 ലൈൻ ഓഫ് കോഡ്സിൽ കുറവ് മാത്രമുള്ളൊരു, നമുക്ക് അത്രയും ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ കൊച്ചിയിൽ നിന്ന് ദുബായിലോട്ടുള്ള ഒരു ഫ്ലൈറ്റും അതുപോലെ അതിൻ്റെ റിട്ടേൺ ആയിട്ട് February 19 റിട്ടേണും വരുന്നൊരു ഫ്ലൈറ്റിൻ്റെ കോസ്റ്റ്, ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് കണ്ടെത്താനാണ് പറയുന്നത്. സോ നമ്മളിത് ഏജന്റിനോട് ചോദിക്കുന്നു. സോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഏജന്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വെബ് ബ്രൗസർ ഓണാക്കി ഗൂഗിൾ ഫ്ലൈറ്റ്സിൽ പോയി ഓക്കെ കൊച്ചി ടു ദുബായ്, അത് ദുബായ് എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, കൊച്ചി എയർപോർട്ട് സെലക്ട് ചെയ്യുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സെലക്ട് ചെയ്തു. ഇനി വേർ ടു ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാണ്. റെഡിയോ, ദുബായിൽ നിന്ന് സെലക്ട് ചെയ്തു. February 15, ഓൺബോർഡ് ഡേറ്റ് February 15, റിട്ടേൺ February 19. സോ ഇത് നോക്കിയത് പറഞ്ഞു എയർ അറേബ്യൻ്റെ February 15 to 19 എയർ അറേബ്യൻ്റെ ഫ്ലൈറ്റാണ് ഏറ്റവും ബെസ്റ്റ്. സോ എയർ അറേബ്യൻ്റെ ഫ്ലൈറ്റ് എന്നുള്ളൊരു ഡീറ്റെയിൽസ് തരുന്നു. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തു, അത് പോയി ഫ്ലൈറ്റ് നോക്കി വന്നു. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പാസ്വേഡ്സും ഡീറ്റെയിൽസും കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ബുക്ക് ചെയ്യാനും അത് കേപ്പബിളാണ്. അക്കാഡമിക് കലണ്ടർ പുൾ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അക്കാഡമിക് കലണ്ടർ പുൾ ചെയ്യാൻ പോകുന്നു. ഞാനൊന്നും ചെയ്യുന്നില്ല. സോ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അക്കാഡമിക് കലണ്ടർ, അത് ആക്സസ് ചെയ്തു. നമുക്ക് അക്കാഡമിക് കലണ്ടർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അക്കാഡമിക് കലണ്ടർ കിട്ടിയിട്ടുണ്ട്. അതായത് അക്കാഡമിക് കലണ്ടർ ഫോർ IIT മദ്രാസ് January to May 2025. ഈ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാവുന്ന, അത് ആ ലിങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാം. സോ ഇതാണ് നമ്മളിപ്പോൾ ഇതിന് കംപ്ലീറ്റ്ലി ഫ്രീ. നമുക്ക് വളരെ മിനിമലായിട്ടുള്ള LLM കോളിൻ്റെ കോസ്റ്റ് മാത്രമേ വരുള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നുമില്ല.
അപ്പോൾ എങ്ങനെ ഈ ഒരു 50 ലൈൻ ഓഫ് കോഡിൽ നമുക്കിത് ബിൽഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ, ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോയിൽ ഈ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ പ്രധാനമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ബ്രൗസർ യൂസ് എന്ന ലൈബ്രറിയാണ്. ആ ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഈ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ ബിൽഡ് ചെയ്യാം, ഇതിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇതെങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. താങ്ക് യു.